പഠനത്തിൽ ടോപ്പാണ്. പക്ഷേ നിങ്ങൾ മാത്രം മഹാ ഉഴപ്പരാണ്. അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സ്പെഷ്യൽ ക്ലാസ് എടുത്ത് നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. പഠിക്കുന്നതൊക്കെ മറന്നു പോകും. അതാണ് എന്റെ പ്രശ്നം. പാഠപുസ്തകം തുറക്കുമ്പോൾ തന്നെ എനിക്ക് പഠിക്കാൻ ഒട്ടും ഇഷ്ടമില്ല. അതാണ് എന്റെ പ്രശ്നം. സാരമില്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്നാ പിന്നെ ഉണ്ടാക്കിയിട്ട് കാണാം. എന്ത് പലഹാരമല്ലടി, പരിഹാരം. എന്നാ പിന്നെ ഞങ്ങൾ പൊക്കോട്ടെ. എനിക്കവിടെ വെറുതെ പാഠപുസ്തകം തുറന്നു വെച്ചാൽ ആരും പഠിക്കില്ല. അതിന് പഠിക്കാൻ മനസ്സുകൊണ്ട് നമ്മൾ ആദ്യം ഒരുങ്ങണം. വേഗം ഒരുങ്ങിക്കോ. എന്നാൽ ടീച്ചർ ആദ്യം ഒരു മനക്കണക്ക് തരട്ടെ. അതെ, മനക്കണക്ക്. ഒരു മരത്തില് 10 കിളികള് സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു വേടൻ വന്നത്. അതെ, വേടൻ. ഈ വേട്ടക്കാരന്റെ വെടിയൊച്ച കേട്ട് 2 കിളികൾ പറന്നുപോയി. ബാക്കി എത്ര കിളികൾ ഉണ്ടാകും? ഒന്ന് സങ്കല്പിച്ച ഡിങ്കു പറയൂ. ഒരു പിടിയും കിട്ടില്ല ടീച്ചറെ, മനക്കണക്കായതുകൊണ്ട്. ബോർഡിൽ വരച്ചു കാണിക്കുകയാണെങ്കിൽ ഇനി പറയാം. അത് വേണ്ട, അപ്പു പറയൂ. ഒറ്റ കിളികളും ഉണ്ടാകില്ല ടീച്ചറെ. ആര് പറഞ്ഞു ഒറ്റ കിളികളും ഉണ്ടാവില്ലെന്ന്? കുറെ കിളികൾ മരത്തിലുണ്ടാകും. അത് എത്രയാണെന്ന് ബുദ്ധി ഉപയോഗിച്ച് പറയൂ. ബുദ്ധി ഉപയോഗിച്ച് തന്നെയാണ് ടീച്ചർ പറഞ്ഞത്. മരത്തിലിരിക്കുന്ന 10 കിളികളിൽ 2 കിളികളെ വെടിവെച്ച് വീഴ്ത്തിയാൽ ബാക്കി കിളികൾ പേടിച്ച് പറന്നു പോകില്ലേ? അപ്പോൾ ഒറ്റ കിളികളും ഉണ്ടാകില്ലല്ലോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അതിബുദ്ധി പ്രയോഗിക്കേണ്ട കാര്യമില്ല. ഒറ്റ കിളികളും പറന്നു പോയില്ലെന്ന് സങ്കല്പിച്ച് ഉത്തരം പറയൂ. നമ്മുടെ ഉത്തരം 8 ആണ്. 8. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി ഇതുപോലെ മറ്റൊരു ചോദ്യം. ഒരു മരത്തിൽ 10 കിളികളുണ്ട്. ഒരു നായാട്ടുകാരന്റെ വെടിയൊച്ച കേട്ട് 5 കിളികൾ പറന്നുപോയി. ബാക്കി എത്ര കിളികളുണ്ട്? ഞാൻ പറയാം ടീച്ചർ. ഡിങ്കു പറയൂ, എത്ര കിളികളുണ്ട് മരത്തിൽ? മരത്തിൽ ഇപ്പോ 10 കിളികൾ. അതെങ്ങനെ ശരിയാകും? വെടിയൊച്ച കേട്ട് 5 കിളികൾ പറന്നുപോയില്ലേ? ആ ധൈര്യശാലികളായ കിളികൾ മരക്കൊമ്പിൽ തന്നെയുണ്ട് എന്ന് സങ്കല്പിച്ചുള്ള ഉത്തരമാണിത്. അങ്ങനെയാണെങ്കിൽ ഡിങ്കു പറഞ്ഞ ഉത്തരം ശരിയാണ്. പക്ഷേ പക്ഷികൾ പറന്നു പോയല്ലോ. അപ്പോൾ ഉത്തരം ഏതാണ്? ഈ കിളികളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ചിലപ്പോൾ പറന്നു പോകും, ചിലപ്പോൾ മരത്തിൽ വായ നോക്കിയിരിക്കും. ടീച്ചർ, ഈ കിളികളെ കുറിച്ചുള്ള ചോദ്യം ഇനി വേണ്ട. ശരി, എന്നാൽ മറ്റൊരു കണക്ക്. 3/4 നിന്ന് 4 പോയാൽ അര, അരയിൽ നിന്ന് 4 പോയാൽ കാലില്ലാണ്ട് കഷ്ടപ്പെടേണ്ടി വരും. കണക്കിന്റെ കാര്യത്തിൽ നിങ്ങളെല്ലാം കണക്കാം. തൽക്കാലം സയൻസ് പഠിക്കാം. ചൊവ്വ, ബുധൻ, വ്യാഴം സൗരയൂഥത്തിലെ ഈ ഗ്രഹങ്ങളെ കൂടാതെ മറ്റേതൊക്കെ ഗ്രഹങ്ങളുണ്ട്? ശനി. മിടുക്കി, പറയൂ. ബാക്കി കൂടി പറയൂ മിടുക്കി. വെള്ളി, ശനി, ഞായർ, തിങ്കൾ. ഇതേത് ഗ്രഹങ്ങള്? അത്യാഗ്രഹങ്ങളായിരിക്കും ടീച്ചർ. ഇനി അടുത്ത ചോദ്യം. തോട്ടത്തിൽ കിടന്നപ്പോൾ സർ ഐസക് ന്യൂട്ടന്റെ തലയിൽ ഒരു ആപ്പിൾ വീണു. അദ്ദേഹം അഗാധമായി ചിന്തിച്ചു. എന്തായിരിക്കും ന്യൂട്ടൻ ചിന്തിച്ചത്? ഞാൻ പറയാം. തലയിൽ വീണത് ആപ്പിൾ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. വല്ല ചക്കയോ തേങ്ങയായിരുന്നെങ്കിൽ തട്ടിപ്പോയേനെ എന്നായിരിക്കും ന്യൂട്ടൻ ചിന്തിച്ചത്. എന്തുകൊണ്ടാണ് മുകളിലേക്ക് പോകാതെ ആപ്പിൾ താഴേക്ക് വീണതെന്നാണ് ന്യൂട്ടൻ ചിന്തിച്ചത്. ഇനി മറ്റൊരു ചോദ്യം. രാത്രിയിൽ നമ്മൾ സൂര്യനെ കാണുന്നില്ല, എന്തുകൊണ്ട്? ടീച്ചറെ, രാത്രി സൂര്യനെ പുറത്തിറങ്ങാൻ പേടിയായതുകൊണ്ടായിരിക്കും. എന്റെ ചോദ്യം അതല്ല. രാത്രിയിൽ കാണാത്ത സൂര്യനെ നമ്മൾ പകല് കാണുന്നു, അതെന്തുകൊണ്ടാ? സൂര്യനൊരു ധൈര്യമായി പറയൂ. സൂര്യനൊരു പകൽമാനായതുകൊണ്ട്. വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാമെന്നാണ് വിചാരിച്ചതാ. പാഠപുസ്തകം വായിച്ച് പഠിച്ചാൽ മാത്രമേ അറിവ് ലഭിക്കൂ. നിങ്ങള് പാഠപുസ്തകം തുറന്ന് വായിക്കാറുണ്ടോ? മലയാളം വീട്ടിൽ ചെന്ന് എഴുതാറുണ്ടോ? എഴുതാറുണ്ട്, കണ്ണ്. അതെ, നോട്ട് എഴുതാറില്ല. മലയാളം വായിക്കാനും പഠിക്കാനും ആർക്കും അറിയത്തില്ല. എന്നിട്ട് പൊട്ടത്തരം വിളിച്ചു പറയുന്നു. നിങ്ങളോട് സംസാരിച്ച് എന്റെ തൊണ്ട വരണ്ടു. ടീച്ചറിന് വിഷമമായെന്നാ തോന്നുന്നത്. സങ്കടമൊന്നുമില്ല. ടീച്ചർ മുഖം കഴുകിയിട്ട് ഇപ്പൊ വരും. എന്താ കൂട്ടുകാരെ, പഠിക്കുവാണോ? പഠിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളിൽ അറിവ് കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവൻ അത് ലഭിക്കും. വിശുദ്ധ സ്വർഗത്തിൽ നിന്നും അങ്ങയുടെ സിംഹാസനത്തിൽ നിന്നും നിങ്ങൾക്ക് ജ്ഞാനം പകർന്നു നൽകും. പ്രാർത്ഥനയോടെ വിനയപൂർവ്വം പഠിക്കാനിരിക്കുക. സ്വർഗീയ ജ്ഞാനത്താൽ നിറച്ച ദൈവാത്മാവ് നിങ്ങളെ എല്ലാം പഠിപ്പിക്കും. കർത്താവ് തൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും.